ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ 34 അധ്യായം 14-15 തിരുവചനങ്ങൾ. ദൈവ ഭക്തന്റെ ജീവൻ നിലനിൽക്കുന്നു. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. നാം പ്രത്യാശ അർപ്പിക്കുന്നത് ദൈവത്തിലായിരിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ ഭൂമിയിലേക്ക് വന്ന് ദർശനമരുളിയ ബെർണർദീത്ത എന്ന പെൺകുട്ടി ആസ്മയും അതുപോലെ തന്നെ മറ്റ് നിരവധി രോഗങ്ങളും മൂലം അവൾ വളരെ വിഷമിച്ചിരുന്നു. മുലപ്പാൽ കുടിക്കാൻ കഴിയാതെ വന്ന ഒരു പിഞ്ച് കുഞ്ഞ്. അമ്മ ലൂയിസ കഠിനാധ്വാനം മൂലം അടുപ്പിനടുത്തിരുന്ന് ഉറങ്ങിപ്പോയപ്പോൾ പെട്ടെന്ന് തീ പിടിച്ച് നെഞ്ച് ഭാഗം മുഴുവൻ പൊള്ളി. അങ്ങനെ ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കഴിയാതെയായി. ഏതാണ്ട് 3 കിലോമീറ്റർ അകലെ മേരി ലാഗസ് എന്ന ഒരമ്മ തൻ്റെ കുഞ്ഞ് മരിച്ചു പോയതിനാൽ ബെർണർദീത്തയ്ക്ക് മുലപ്പാൽ നൽകി അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തി. പിൽക്കാലത്ത് പരിശുദ്ധ അമ്മ തന്നെ ആ മാതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ മുന്നിൽ കുറ്റമറ്റവരായിരുന്നാൽ ദൈവം നമ്മെ തേടി വരുന്നു. പരിശുദ്ധമ്മ സ്നേഹപൂർവ്വം 18 പ്രാവശ്യമാണ് ബെർണർദീത്തയ്ക്ക് ദർശനം നൽകിയത്. ആ കുഞ്ഞിൻ്റെ രോഗങ്ങളെല്ലാം മാറി ഇന്നും ആ ശരീരം അഴുകാതെ സൂക്ഷിക്കുന്നു. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരണ്ടേ, പാപത്തിൽ നകലണ്ടേ, വിശുദ്ധി നിറയാൻ ഈ സന്ദേശം സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.